നമസ്കാരം. PM ശ്രീ പദ്ധതി കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIയുടെ 4 മന്ത്രിമാരും രാജിവെക്കും, മാറി നിൽക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ പത്രദ്വാര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചാനലുകളിലും എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു ചുക്കും ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കാൻ പോകുന്നില്ല. CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ തന്നെ തുടരും. അവരൊരുമിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും. ഇതൊക്കെ വെറുമൊരു നാടകമാണ്. പല അന്തർനാടകങ്ങളും കഴിഞ്ഞ ശേഷമുള്ള നാടകം. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു കരാർ ഒപ്പിടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ നേരത്തെ തന്നെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. പൊടുന്നനവയൊന്നുമല്ല, ഇങ്ങനെ വേണ്ടി വരും. കാരണം അതിനാണ് അദ്ദേഹം തിരക്കിട്ട് പ്രധാനമന്ത്രിയെ പോയി കണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലേക്ക് പോയത്. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് തിരക്കിട്ടിട്ട് രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി വന്നു. പെട്ടെന്നൊരു മിന്നായം പോലെ അദ്ദേഹം വീണ്ടും ഒമാനിലേക്ക് പോയി, വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് CPMൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചുകൂട്ടി അതിലെ തീരുമാനങ്ങളാണ് ആലപ്പുഴയിൽ പറഞ്ഞത്. എല്ലാം പൊടുന്നനെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉണ്ടാകുന്നതിനേക്കാൾ അതിവേഗത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നത്. ആലപ്പുഴയിൽ വെച്ച ബിനോയ് വിശ്വത്തെ കണ്ടു. അവർ രണ്ടും ചേർന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ലോകത്തൊറ്റയാളും പറഞ്ഞു പോവുകയില്ല. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷം ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നു. കഴിഞ്ഞ രാത്രി അവിടെയും തിരക്കിട്ട കൂടിയാലോചനകളും ഒക്കെ നടന്നിരുന്നു. ഞാനൊരു കാര്യം പറയാം, മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അതായത് ശ്രീ പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അദ്ദേഹം എല്ലാ വശങ്ങളും ആലോചിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് തിരിച്ചറിയുന്ന ഒരു ഉരുക്കു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഇത് തന്നെയാണ് നമ്മുടെ LNG പൈപ്പ് ലൈൻ്റെ കാര്യത്തിലും അദ്ദേഹം കൈക്കൊണ്ടത്. അതുവരെ ഒരു മന്ത്രിസഭയ്ക്കും എടുക്കാൻ കഴിയാതിരുന്ന ഉരുക്കുമുഷ്ടിയോടെയുള്ള തീരുമാനം എടുക്കുന്നതിൽ അദ്വിതീയനാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം ക്രെഡിറ്റായിട്ട് പലപ്പോഴും പറയാറുമുണ്ട്. പലതും അസാധ്യമെന്ന് കരുതുന്ന പല തീരുമാനങ്ങളും നട്ടല്ലോടുകൂടി ചെയ്യാൻ കഴിയുന്ന ആൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ വെള്ളപ്പൊക്കം 2018. അത് എല്ലാ ദുരന്തങ്ങളും കൂടെ വന്ന്, കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മഹാമാരിയും എല്ലാം കൂടെ വന്ന് വൻതോതിലുള്ള പ്രകൃതി ദുരന്തം കേരളത്തിലാകെ കത്തിപ്പടരുമ്പോൾ നിസ്സഹായനായിരിക്കാതെ നമ്മളെല്ലാം കൂടി അങ്ങ് ഇറങ്ങുകയല്ലേ. അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. ആ ഒരു സന്ദർഭം കേരളം തന്നെ ഒലിച്ചു പോയി എന്ന് പറയുന്ന സന്ദർഭത്തിൽ വമ്പിച്ച ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ നേരിടാനുള്ള ഒരു നട്ടൽ അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ലീഡർഷിപ്പ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ പ്രശംസിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുകയില്ല. പക്ഷേ ഒരു വിപത്തി ധൈര്യം ആ തൻ്റെയുടെ ഒരു നേതാവിന് വളരെ ആവശ്യമാണ്. അതുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും CPI ഇങ്ങനെയൊക്കെ വലിയ ഗുസ്തി പിടിക്കുമ്പോഴും വളരെ കൂളായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ലക്ഷണം പോലും കാണിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. MA ബേബി കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വത്തിനിട്ട് കൊടുത്ത കൊടുപ്പാണ്. ഒരു 1.5 കൊടുപ്പായിപ്പോയി അത്. അതായത് ബിനോയ് വിശ്വം പറഞ്ഞ MA ബേബിക്ക് ശക്തി പോരാ. അതിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശരിയാ, ഞാനിങ്ങനെ നേരെ നിൽക്കുന്ന കാണുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എനിക്ക് ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വം കുറച്ച് ശക്തി എനിക്ക് കൂടെ തന്നേക്ക്. ബോഡി ഷെയ്മിങ്ങിലേക്കാണത് പോകുന്നതെങ്കിലും നമുക്ക് കണ്ടറിയാം ശരീരഭാഷയിൽ ബിനോയ് വിശ്വം എങ്ങനെയാണ് നിൽക്കുന്നത്. നട്ടൽ നിവർത്തി ഒരിക്കലും നിൽക്കാറില്ല. ഈ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. MA ബേബി അതേസമയം ആറടിക്കാരനായ അതികായനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നേരെ നിവർന്നാണ് നിൽക്കുന്നത്. ശരീരത്തിനകത്ത് അസ്കിതകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ശരീരഭാഷയിൽ ഈ ശക്തി കൂടുതൽ പ്രകടിപ്പിക്കുന്നത് MA ബേബിയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ മുമ്പിൽ അദ്ദേഹവും മുട്ടുമടക്കും. കാരണം നല്ല വിൽപ്പവറുള്ള, ഇച്ഛാശക്തിയുള്ള, നട്ടലുള്ള ഒരു നേതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അതാണ് പിണറായി വിജയൻ. ഇത് നടക്കും, ഇത് നടത്തിയിരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പോകുന്നത്. പിൻവാങ്ങുന്ന പ്രശ്നമില്ല. ഇനി CPI മന്ത്രിമാർ 2 പേര് ഇപ്പോൾ രാജിവെക്കാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കാരണം കാലാവധി അവസാനിച്ച് കഴിഞ്ഞാലോ, ഇനി ഏതാവനും മാസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മന്ത്രിപദത്തിലിരുന്ന് ആസ്വദിക്കാവുന്നതിൻ്റെ എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് ഇനി രാജിവെക്കുന്നതിന് വലിയ കാര്യമൊന്നുമുള്ള കഴമ്പൊന്നുമുള്ള കാര്യമല്ല. ഇത്രയും നാൾ കൂടെ നിന്നു, ഒരുപാട് നിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്ന് സഹകരിച്ചു, ഒത്തുതീർപ്പിൽ പോയി ഇല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ കോളിളക്കം സൃഷ്ടിച്ചു. ADB ഈ മന്ത്രിസഭയിലല്ല, VS അച്യുതാനന്ദൻ്റെ കാലത്ത് ADB വായ്പ, അത് സംബന്ധിച്ച് എന്ത് കോലാഹലമായിരുന്നു. അവസാനം ഒപ്പിടേണ്ടി വന്നില്ലേ. ഈ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ M മുകേഷ് രാജിവെക്കണമെന്ന് ശക്തമായിട്ട് ഞങ്ങൾ രാജിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ നടന്നത്.
എന്നിട്ടെന്തായി? വീണാ വിജയൻ്റെ കേസ് വാദിക്കുന്നത് ഗവൺമെൻറ് ചെലവിലായിരുന്നെന്നല്ലേ ബിനോയ് വിശ്വൻ പറഞ്ഞത്? വി ശിവൻകുട്ടി ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ബിനോയ് വിശ്വൻ അടങ്ങിയിരുന്നില്ലേ? മിണ്ടായിരുന്നില്ലേ? വായിക്കുകയും പൊത്തിയിരുന്നില്ലേ? ഇത്രയേ ഉള്ളൂ സി പി ഐ ഈ ശൗര്യമൊക്കെ കാണിക്കുന്നത്. ഡി രാജയുടെ പിന്തുണയും ഒക്കെ ഉണ്ട്. അപ്പോൾ കാര്യമൊക്കെ ശരിയാണ്. അന്തർനാടകങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതോടുകൂടി ഇതിപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ജോർജ് കുര്യൻ പറഞ്ഞു ഈ കരിക്കുലം കേരളത്തിന് തന്നെ തീരുമാനിക്കാം, ആശ്വാസം. അപ്പോൾ RSS വിരുദ്ധമായിട്ടുള്ള പാഠ്യപദ്ധതിയുമായിട്ട്, ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പാഠ്യപദ്ധതിയുമായിട്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ CPIയുടെ ഈ നാടകങ്ങളൊക്കെ അങ്ങ് അവസാനിക്കുന്നേ ഉള്ളൂ. അതിന് കട്ടം വീഴും, അതിന് തിരശ്ശീല വീഴും. പൈസ കിട്ടുന്നു എന്നുള്ളത് ഒരു കുറ്റമായി കാണേണ്ട. 1600 കോടി നമ്മൾ വാങ്ങിക്കും, നമ്മൾ നമ്മുടെ മാർക്സിസ്റ്റ് അജണ്ട നടപ്പാക്കുകയും ചെയ്യും. ഇതാണിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് പൂർണ്ണമായിട്ടും നടത്താൻ പറ്റുകയില്ല എങ്കിലും NCERTയുടെ സിലബസ് അവരയച്ചു കൊടുക്കും. അത് ചിലപ്പോൾ വേണോ വേണ്ടോ എന്നുള്ളത് കേരള ഗവൺമെൻറ് തിരിക്കുക. അതിലെ ചില ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റും. ഇപ്പോഴും അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം തിരുത്തൽ വരുത്തിക്കൊണ്ടുള്ള സിലബസാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പായിട്ടുള്ളത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ അങ്ങ് പോകും. ഈ PM ശ്രീ പദ്ധതി വിജയിക്കുകയും ചെയ്യും. ഈ SRI എന്ന് പറയുന്നത് ശ്രീ എന്ന് നമ്മൾ വായിക്കുമ്പോൾ PMനെ ശ്രീ ആക്കുവോ ശ്രീമാനാക്കുവോ ഒന്നും ചെയ്യുന്ന ഒരു പരിപാടി അല്ലിത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാം. സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ, അതായത് മൊത്തം പറഞ്ഞാൽ PM സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അതായത് നമ്മുടെ കുട്ടികൾക്ക് പാഠശാലകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തൊഴിൽ കിട്ടണം. അതാണ് ഈ കാലഘട്ടത്തിൻ്റെയും എല്ലാ രക്ഷിതാക്കളുടെയും ആവശ്യം. ആ ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമായ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പാക്കേജിലുള്ളതാണിത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതായത് തൊഴിലും കൂടി പഠിച്ച് വിദ്യ അഭ്യസിക്കുന്ന സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അതിലൊരു RSSോ സവാർക്കറോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സവാർക്കറുടെ ഭാഗം ഒഴിവാക്കാം, നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ ചേർക്കാം, അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ പദ്ധതിയായിട്ട് തൊഴിലുറപ്പുള്ള വിദ്യാർത്ഥികളായിട്ട് സ്കൂളുകളിൽ നിന്നവരെ പുറത്തേക്ക് വരാനുള്ള ഒരു ഇക്കോസിസ്റ്റം അതാണ്. ഇതിപ്പോൾ കുറേ സ്കൂളുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇന്ത്യ നമ്മുടെ പിന്നെ വന്ദേ ഭാരതിൻ്റെ കാര്യത്തിലെന്ന പോലെ ഇപ്പോൾ വന്ദേ ഭാരത് കുറച്ചെണ്ണേ ഉള്ളൂ. ഭാവി ഭാരതത്തിൽ ഓടുന്നത് മുഴുവൻ വന്ദേ ഭാരതായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുന്നത് മുഴുവൻ വന്ദേ ഭാരതത്തിലായിരിക്കും. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു സ്കീം വന്നിരിക്കുകയാണ്. അത്ഭുതകരമായ സ്കീം, ഇതുവരെ ആരും ചിന്തിക്കാത്തത്. എല്ലാവരും പറയുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസം അത് തകർക്കുന്നു, കോർപ്പറേഷനുകളെ സഹകരണ സംഘങ്ങളെ തകർക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ പദ്ധതി നമ്മുടെ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബൃഹത്തായ പദ്ധതി മറ്റൊന്നുമല്ല. യുബേർ, ഒലേ തുടങ്ങിയവയ്ക്ക് പകരം ഒരു ടാക്സി സിസ്റ്റം. അതിൻ്റെ മുതലാളിമാരെന്ന് പറയുന്ന ടാക്സി ഡ്രൈവർമാർ തന്നെയാണ്. അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം അവർ പങ്കുവയ്ക്കും. അമുൽ പോലുള്ള സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങളാണ്. അതുപോലെ കോപ്പറേറ്റീവ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, സഹകരണ സംഘമാണ്. അതിൻ്റെ എല്ലാം എക്സ്പേർട്ടുകൾ ഇതിന് കാര്യമായ സാമ്പത്തികവും നൈപുണ്യപരവുമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യും. ഗവൺമെൻറ്റിന് 5 പൈസ വേണ്ട, ഗവൺമെൻറ് ഇതിനെ സഹായിക്കുന്നു. ലാഭമെല്ലാം ഡ്രൈവർമാർക്ക് വീതിച്ചു കൊടുക്കുന്നു. താല്പര്യമുള്ള ഡ്രൈവർമാർ ഇപ്പോൾ 2-3 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഓട്ടോറിക്ഷക്കാർ, കൊച്ചിയാണ് ഓട്ടോറിക്ഷയിൽ ഏറ്റവും സത്യസന്ധത പുലർത്തിയിരുന്ന ഒരു നഗരം. പക്ഷേ അവിടെ ഇപ്പോൾ തോന്നുന്നത് പോലെ മെട്രോ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു, മീറ്റർ ഒരിക്കലും ആരും വയ്ക്കുകയില്ല, തോന്നുന്നത് ചോദിക്കും, ചുറ്റിക്കറക്കും, എല്ലാ കള്ളങ്ങളും അവരും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യാത്രക്കാർക്ക്, സ്ഥലമറിയാത്ത യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടത്. എല്ലായിടത്തെയും സ്ഥിതി തന്നെ. ടാക്സി കാറുകളുടെ കാര്യത്തിൽ ഇത് തന്നെ, വൻതോതിലുള്ള കബളിപ്പിക്കൽ നേരിടേണ്ടി വരുന്നു പാവം യാത്രക്കാർ. അതിനെല്ലാമുള്ള ഒരു സൊല്യൂഷനാണ്. അതുപോലെ യുബേർ, സ്ത്രീകളെ പലപ്പോഴും പീഡിപ്പിക്കുന്നുണ്ട് യുബേർ ഡ്രൈവർമാർ, അങ്ങനെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു പരിഹാരമായിട്ട് ഇന്ത്യയുടേതായിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവ് വരികയാണ്. എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഒരു ആൾട്ടർനേറ്റീവാണ് വിദ്യാഭ്യാസമാണ് ഇത് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ വിദേശത്തേക്ക് പോയി സ്കൂൾ മുതൽ പഠിക്കുന്നതിനേക്കാൾ നല്ല മാതൃകയിൽ ചിട്ടയോടുകൂടി നവോദയ വിദ്യാലയങ്ങൾ എന്നതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ അഭിമാനം കാക്കുന്ന ആളുകളായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാവുക എന്ന് പറയുന്നതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നത് പിണറായി വിജയൻ പണ്ട് ADBയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വരട്ടു തത്വവാദമാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.